ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സലാമലൈക്കും. അപ്പം എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം? അപ്പോൾ ഇതാ രാത്രി കട കഴിഞ്ഞ് വന്നേക്ക് ഞാൻ റെസിപ്പി ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. കരിവേപ്പിൻ്റെ ചോട്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ പറിച്ച് കഴിഞ്ഞിട്ടാണ് പറിച്ചോനെ വീട് എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചത്. അപ്പോൾ രണ്ടും കൽപ്പിച്ച് കുറച്ച് കരിവേപ്പില എടുത്തേക്കിട്. ഇത്രയും ആണോന്ന് നമുക്കറിയില്ല, എന്തായാലും കിട്ടിയിക്കിട്. ഇനി നമുക്ക് നേരെ വടുക്കണി പോകണം. ഇന്ന് ഞാൻ വെറും ചോറ് വെച്ചിട്ട് അടിപൊളി സാധനം കാട്ടിത്തരാം കേട്ടോ. ഇനി ഇവിടെ മുട്ടിത്തിരിയാൻ നേരമില്ല. ഇതാണ് നമ്മളെ കറിവേപ്പില. അപ്പോൾ കറിവേപ്പില എങ്ങനെയാകാനും ഞാൻ പൊടിക്കൈയൊക്കെ ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് അടുത്തൊരു വീഡിയോ പറഞ്ഞുതരാം. ഒക്കെ പാടപ്പം പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഇന്നാ ശരി, അടുക്കളയിലേക്ക് സ്വാഗതം. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഇഞ്ച റീലിൽ കൂടെ യൂട്യൂബ് റീലിൽ കൂടെ ഒക്കെ നിങ്ങൾ അടുക്കളയിൽ സ്റ്റോക്ക് റൂമൊക്കെ കാണലുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും അടുക്കളയിലാണ് നമ്മൾ വെച്ചുണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കുറേ ആൾക്കാർ പറയും ഷോർട്ട് തന്നെ ചെയ്യല്, എന്തെങ്കിലും രോഗം വീട് ചെയ്യുമെന്ന്. അപ്പോൾ നമുക്ക് തീരെ ഒഴിവില്ല, അതിൻ്റെ ചെയ്യാൻ മെനക്കെടാത്തത് കേട്ടോ. പിന്നെ ഇപ്പോൾ വരുന്നത് രാത്രിയാണ്, കട കഴിഞ്ഞൊക്കെ വരുന്നത് രാത്രിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു തട്ടിക്കൂട്ട് ചോറാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടി ഇതൊക്കെ ഉണ്ടെങ്കിൽ കുറേ നേരമായി ഞാൻ പോസ്റ്റായി ഇങ്ങനെ നിൽക്കണ്. പിന്നെ വെന്ത ചോറ് വേണം കുറച്ച് കേട്ടോ. അങ്ങനെ ഇതാക്കണം. ഞാനിവിടെ അടുക്കളയിൽ കിടന്നുകൊണ്ട് ചട്ടി ചൂടായോ ഇങ്ങനെ നോക്കുക ചട്ടി ചൂടായോന്ന് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നല്ല നാടൻ ഒരു കൂട്ടുണ്ട് കാട്ടിത്തരാം. കുറച്ച് വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചണത്. സൺഫ്ലവർ ഓയിലോ നെയ്യോ ഒഴിച്ചാൽ ഒന്നും വിടല്ലേ. ഹൈവാ തിറങ്ങാനും വെളിച്ചെണ്ണ ഹായ് ഉണ്ടായിക്കാമ കുറച്ച് ഇത്ര കടുകൊന്നും ഇല്ല കേട്ടോ. ഞാൻ വെറുതെ ഷോക്ക് വേണ്ടി കാണിച്ചു തരാനും കുറച്ച് കടുക് തന്നെ ഉള്ളൂ. ആ ഇട്ടൊന്ന് നല്ലോണം പൊട്ടിച്ചെടുക്കുക. അപ്പം ഇങ്ങനത്തെ ചോറൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി തന്നെ നോക്കണം. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ സ്കൂൾക്ക്, ഓഫീസിലേക്ക്, പീടിക്ക് പോകലേക്കും ഏത് പണിക്ക് പോകലേക്കും ഇനി വെറുതെ കൊണ്ടൊക്കെ ഉണ്ടാക്കി തിന്ന അടിപൊളിയാണ് സംഭവം. അപ്പോൾ അതങ്ങനെ പൊട്ടി പൊട്ടി വരട്ടെ. ഞാൻ നോക്കി കുറേ നേരം ഇങ്ങനെ നിൽക്കേന് കേട്ടോ. പിന്നെ അതാക്കണേ നമ്മൾ അരിഞ്ഞ് വെച്ച വലിയ ഉള്ളിയാണ്. ഒരു വലിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് മസാലയും കൂട്ടി വെക്കാം അല്ലേ. പിന്നെ ഇതാ നമ്മൾ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരുന്ന തക്കാളി, പിന്നെ ഉള്ളി, പിന്നെ മല്ലിയില. അത് ഇവിടെ ആഫ്രിക്കൻ മല്ലിയാണ് ചേർത്തിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഏത് കറി കുറച്ചൊക്കെ ഇടാം, അപ്പോൾ നല്ലൊരു മണം കിട്ടും. പിന്നെ കുറച്ച് ക്യാരറ്റ് ഉണ്ടേനിയും പച്ചമുളക് ഉണ്ടേനിയും അങ്ങനെ കയ്യിൽ കിട്ടിയതെല്ലാം ഞാൻ ഇതുപോലെ നുറുക്കി വെച്ചങ്ങാണ്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകാതൊക്കെ വേറെ കാര്യം. അപ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മറന്നാലും ഞാൻ മറക്കൂല. അപ്പോൾ എന്തായാലും പറയേണ്ട കടമ വെച്ചാണല്ലോ. പിന്നെ എനിക്ക് ഇതാക്കണേ കുറച്ച് പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം മഴയൊക്കെ വെച്ചമാതിരി ഇങ്ങനെ ചട്ടിക്കന്നെ പൊടിയുപ്പ് മുമ്പ് നല്ല രസമാണ് കാണാനേ. അപ്പോൾ അതൊക്കെ ചേർത്ത് പൊടിയുപ്പ് ഇട്ടാൽ പിന്നെ പെട്ടെന്ന് ഈ വക സാധനങ്ങളൊക്കെ പെട്ടെന്നൊന്ന് വാടിക്കിട്ടും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് ഇഷ്ടപ്പെട്ടു, ഇവിടെ ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത ആൾക്കാർ 2-3 ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഓലൊക്കെ കഴിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അത് ആരാണ് കഴിച്ചതെന്ന് വീഡിയോ ലാസ്റ്റ് വരെ കാണണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ ഇങ്ങനെ ആവട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ ഐറ്റംസുകളൊക്കെ ഉപ്പിൽ കടന്ന് നല്ലപോലെ വാടി കിട്ടിയേക്കണ് അൽഹംദുലില്ലാ. അത് കഴിഞ്ഞപ്പോൾ ഇതാക്കണ് ഇവിടെ കുറച്ച് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പറഞ്ഞപ്പോൾ ഇത് ഇറച്ചിക്കറിയാണോ വെക്കണമെന്ന് സംശയം ഉണ്ടല്ലേ. അല്ല, ഇതൊരു അടിപൊളി കറിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ചൊരു മുളകും പൊടി. ഈ ഒരു മുളകും പൊടിക്ക് പ്രത്യേകത ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചിട്ടാൽ നല്ല എരി ഉണ്ടാവുകയെ. അപ്പോൾ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മളെ സ്പെഷ്യൽ ഐറ്റം. നല്ല നാടൻ കോഴിമുട്ട, നാടനല്ല പീടിയത്തെയാണ്. അപ്പോൾ അത് ഇട്ട് കാണും നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. മുട്ട ചിക്കി എടുക്കുക, മുട്ട വറുത്തെടുക്കുക, അങ്ങനെയൊക്കെ പലതും പറയും പല നാട്ടിൽ. ഇവിടെ വറുത്തെടുക്കുക എന്ന് പറയും. അപ്പോൾ അതൊന്ന് വറുത്ത് ഇവിടെ എടുക്കണം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉണ്ടാക്കണത്. ഇത് ഇനിയിപ്പോൾ ഇത് ഇത്ര എളുപ്പം എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും. പക്ഷേ സംഗതി വരുന്നുള്ളൂ. നീ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മസാലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി വേറെ രസമാണ് കേട്ടോ. അപ്പോൾ അവളൊന്നും കിട്ടാത്തതുകൊണ്ടേ നമ്മൾ തട്ടിക്കൂട്ടാണ്, എന്നാലും നല്ല രസമുണ്ട് കേട്ടോ. വൈകുന്നേരം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയോണ്ടേ അടിപൊളിയാണ്. ചോറ് ചിലപ്പോൾ എല്ലാവരും വരയിലും ഉണ്ടാകും. വൈകൂടെ ഇങ്ങനെയും കൂടിയും കാട്ടി നോക്കുമ്പോഴേ നല്ല രസമായിക്കാരം. വേറെ കറിൻ്റെ ഒന്നും നമുക്കൊരു ആവശ്യമില്ല. വല്ല തൈരോ അച്ചാറോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും ഞാൻ വീഡിയോക്ക് വേണ്ടി ഒന്ന് പറഞ്ഞതാണ്. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ എടുത്ത് ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെ ചോറ്
ഇതാക്കുന്നതിലേക്ക് തട്ടിക്കൊടുക്കുകയാണ്. അപ്പം എത്ര പണിയുള്ളൂ. ഇതാണ് സാക്ഷാൽ മസാലച്ചോറ് അല്ലെങ്കിൽ മുട്ടച്ചോറ്, തക്കാളിച്ചോറ്, അത് തല വേറെയാണ്. അപ്പോൾ അതൊക്കെയാണിത്. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക. പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഡെക്കറേഷനും പാടെ ചെയ്താൽ ഉസാർ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ രാത്രികാല ഭക്ഷണം ഇതാണ് കേട്ടോ. അപ്പോൾ ചോറുണ്ട്, അപ്പം അതിൻ്റെ ഒപ്പം ചിരങ്ങ താളിച്ചതുകൊണ്ട്, പിന്നെ മീൻ പൊരിച്ചതുകൊണ്ട്, പപ്പടമൊക്കെ കുത്തിരിക്കുന്നുണ്ട്. അതൊക്കെ പാടെ കൂട്ടിഞ്ഞിപ്പോൾ തിന്നണ്ടേന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ ഉദിച്ചത്. അല്ലെങ്കിലും എൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ ഐഡിയകളൊക്കെ ഉദിച്ചും പെട്ടെന്ന് തന്നെ അയക്കാറത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ തട്ടിക്കൂട്ട് മസാലച്ചോറോ മുട്ടച്ചോറോ എന്താ കടുക് ചോറോ എന്താ വെച്ചാൽ അതിന് വിളിച്ചാൽ. അപ്പോൾ സംഗതി ഇതാക്കണം ഇവിടെ റെഡിയാക്കണ്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ അതിവിടെ റെഡിയാക്കി ഇനി വളമ്പിങ്ങാണ്ട് ഞാൻ കാട്ടിത്തരാം. ഇതിപ്പോൾ ഇങ്ങനെ തിന്നാൻ നല്ല രസമാണല്ലേ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആ ഒരു ആഫ്രിക്കൻ മല്ലിൻ്റെ ഒക്കെ ഒരു മണം ഉണ്ടല്ലോ. ഔ എന്താ ടേസ്റ്റ്. ഞങ്ങൾക്ക് ഓഫീസിക്കോ അല്ലെങ്കിൽ പീടിക്കോ സ്കൂളിക്കോ എവിടെ ഇനിയിപ്പോൾ പെരയിൽ കുത്തിരിക്കണ വെറുതെ ഇരിക്കണ വീട്ടമ്മമാരൊക്കെ ഉണ്ടോ എങ്ങോട്ടും പോകാനില്ലെങ്കിലൊക്കെ വൈകുന്നേരം ചോറ് കുറച്ച് ലേസം കമ്മിയാണ് എന്തുണ്ടാക്കി കൊടുത്തോളൂ. നല്ല രസമായിരിക്കും. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ വിളമ്പി വെച്ചിക്കണേ. മേസമ്മ വിളമ്പി വെച്ചിക്കണേ. അപ്പം ഇനി പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. ചാറും കൂട്ടാൻ തിരഞ്ഞു പോകണ്ട. ഇത് ഉണ്ടാക്കി വെച്ചോളിയും. എന്തായാലും നല്ല രസമാണ്. വലിയ ചിലവുമില്ല. തട്ടിക്കൂട്ടാണെന്ന് പറയൂല. അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളൊക്കെ എല്ലാവരും ഇന്ന് കാണുന്നതൊക്കെ കഴിക്കട്ടെ കേട്ടോ. അപ്പം ഇനി ഇതിൻ്റെ നമ്മളെ മാണെങ്കിൽ കുറച്ച് ഇതേമാതിരി കരിയേപ്പിനൊക്കെ വെച്ചാൽ കുറച്ചും കൂടി മൊഞ്ചം കൂടും. അപ്പോൾ ഞാൻ സൂപ്പർ പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കിയുള്ളവരും കൂടി പറയണം. അപ്പോൾ കുറച്ച് ആൾക്കാർ അവിടെ നമ്മൾ കട്ട വെയിറ്റിങ്ങിൽ തിന്നാനായിട്ട് അപ്പോൾ നമുക്ക് വിളിച്ചോണ്ടിരാം. അല്ലെങ്കിൽ അപ്പോൾ എത്ര വെച്ചിട്ട് കാത്തിരുത്തല്ലേ. അങ്ങനെ ഞാനുണ്ടാക്കിയ ഫുഡിൻ്റെ വിധി ഇപ്പോൾ റിസൾട്ട് ഇപ്പോൾ പറഞ്ഞു തരുന്ന 3 ആൾക്കാരാണ്. അപ്പോൾ ഞാൻ കുറച്ച് കഴിച്ചു. അപ്പോൾ ബാക്കി ഇവർക്കും കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഇവരെ തുണ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ എവിടെയെന്ന് അറിയില്ല. തട്ടുമ്പുറത്ത് എവിടെയൊക്കെ ഉണ്ടാവും. ഹൗ ഈസ് ഇറ്റ് കുട്ടൂസ്? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അഭിപ്രായം പറഞ്ഞാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതൊക്കെ. എന്നാൽ ഞാൻ തന്നെ ആയിക്കോട്ടെ രാത്രി രണ്ടോലൊക്കെ നല്ല ഇഷ്ടത്തോടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലെ ആൾക്കാരൊക്കെ കടന്ന് ടേസ്റ്റ് നോക്കി ഞാനും കഴിച്ചു വരും അല്ലേ. ഹലോ രസമുണ്ടോ? ആ കരിയേപ്പിലൊക്കെ മാറ്റിക്കളി. പിന്നെ ഇനി കുറച്ച് തൈരും ഒരു തൈര് അല്ല ഉള്ളി അരിഞ്ഞ് തൈരിലിട്ടൊക്കെ കിട്ടണ്ടില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ. ഹലോ സൂപ്പറല്ലേ? ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ ലൈക്കും ഷെയറും കമൻറ്റ് തരാൻ പറഞ്ഞാണീ ലോങ് വീഡിയോ കണ്ടിരിക്കണതേ. കൂട്ടൂസേ തിന്നലിൻ്റെ തിരക്കിലാണ്. അപ്പോലും ഇഷ്ടപ്പെട്ടിക്കണേ. മീനും അച്ചാറും ഒക്കെ ഉണ്ട്. ഓ താങ്ക് യു. അപ്പോൾ ഓരോ ലൈക്കും തന്നെയാണ് കേട്ടോ. പോട്ടെ ഇവിടുന്ന്. ഇപ്പോൾ ഒരു 3 ആൾക്കാരുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ ഇത് അവിടെയൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളവരൊക്കെ വരുമായിരിക്കും. ഹലോ അപ്പോൾ 3 ആൾക്കും നമ്മളെ റെസിപ്പി നല്ലോണം പറ്റിയിരിക്കണമെന്ന് തോന്നണേ. അപ്പോൾ ഒരാളിപ്പോൾ തിന്ന് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ പോയിക്കണേ. ബാക്കി 2 ആളൊക്കെ കഴിക്കന്നെയാണ്. സംഭവം എന്തായാലും വിജയിച്ചിക്കണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കിക്കോളി. ലൈക്കും ഷെയറും കമൻറ്റ് സപ്പോർട്ട് ചെയ്യുക. സ്വകാര്യമൊക്കെ പറയുന്നുണ്ട്. ചിക്കനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സ്വകാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങാനുള്ള പരിപാടികൾ നോക്കട്ടെ കേട്ടോ. എന്താ തീറ്റ. ഹലോ ബാക്കി എടുത്തു കുട്ടികളൊക്കെ ഈ മഞ്ഞൻ്റെ പോലത്തെ 2 കുട്ടികൾ വരാണ്ട് എടുത്തു എടേ കണ്ടമ്പൂച്ചേ എടുത്തു കണ്ടമ്പൂച്ച. ഹലോ